ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് വണ്ടർ വേൾഡ്. ഇന്ന് ഞാൻ കുറച്ച് പുതിയ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. വഴിയെ പറയാം. പഠിച്ചു വലുതായി കൂട്ടുകാർക്ക് എന്ത് ജോലിക്ക് പോകാനാണ് ഇഷ്ടം? നമ്മുടെ നാട്ടിൽ കുറേ ജോലികളുള്ള പോലെ കാട്ടിലും കുറേ ജോലികൾ ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാജാവായി സിംഹമുണ്ട്, പാട്ട് പാടാൻ കുയിലുണ്ട്, ഡാൻസ് കളിക്കാൻ മയിലുണ്ട്, അങ്ങനെ എത്രയോ പേരുണ്ട് അല്ലേ? എങ്കിൽ കാട്ടിലൊരു എൻജിനീയർ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടുകാർ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. അങ്ങനെ ഒരാളുണ്ട്. അതാരാണെന്ന് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പുതിയ കൂട്ടുകാരൻ്റെ പേരാണ് ബീവർ. ഇതാണ് ബീവർ. സാധനങ്ങൾ കരണ്ട് തിന്ന് ജീവിക്കണ ജീവികളെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? നമ്മുടെ എലീനെയൊക്കെ പോലെ. അങ്ങനെ കരണ്ട് ജീവിക്കുന്ന ജീവികളിൽ രണ്ടാമത്തെ വലിയ ജീവിയാണ് ഇവൻ. നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലുമാണ് ഇവർ കൂടുതലുള്ളത്. കാനഡയുടെ ദേശമൃഗമാണ് ആശാൻ. ബീവറുകൾ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന സെമി അക്വാട്ടിക് ജീവികളാണ്. ഇവർക്ക് വെള്ളമില്ലാത്തൊരു ജീവിതം ചിന്തിക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഇവരെവിടെ താമസിക്കാന്ന് കൂട്ടുകാർക്ക് അറിയാമോ? കാട്ടിലെ നദികളിലും തോടുകളിലും ഒക്കെ. നിങ്ങൾ വിചാരിക്കും ഇവൻ എങ്ങനെ വെള്ളത്തിൽ ജീവിക്കണം, അതിന് ഇവൻ മീനല്ലല്ലോ. പക്ഷെ അതിനെല്ലാമുള്ള സൂത്രം ഇവരുടെ കയ്യിലുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ അവരുടെ രോമമില്ലേ വാട്ടർ പ്രൂഫാണ്. ഹോ, എന്ത് അടിപൊളിയാണ് അല്ലേ? നിങ്ങൾ ഇതിൻ്റെ വാല് കണ്ടിട്ടുണ്ടോ? നമ്മുടെ വഞ്ചി തുഴയണ തുഴയില്ല, അതുപോലെ ഇരിക്കും. അത് വെച്ച് അവർ വെള്ളത്തിലൂടെ പാഞ്ഞു പോവും. സൂത്രങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. നീന്തൽക്കാർ വെള്ളത്തിലിറങ്ങുമ്പോൾ ഗോഗിൾസ് വെക്കണ കൂട്ടുകാർ കണ്ടിട്ടില്ലേ? അതുപോലെ ബീവർ വെള്ളത്തിലിറങ്ങുമ്പോൾ ഇവരുടെ കണ്ണിലെ ഒരു പാട ഗോഗിൾസായി വർക്ക് ചെയ്യും. അങ്ങനെ അവരുടെ കണ്ണിൽ വെള്ളം കയറില്ല. സൂപ്പർ അല്ലേ? കൂടാതെ ഇവരുടെ കാലെങ്ങനെയാണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? താറാവിൻ്റെ ഒക്കെ പോലെ വെബ്ഡ് ഫീറ്റ്. ഇതൊന്നും പോയാൽ വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് മുങ്ങിക്കിടക്കും. ഹോ, എന്താ അല്ലേ? ഇങ്ങനെയൊക്കെയാണ് അവന്മാർ വെള്ളത്തിൽ ജീവിക്കുന്നത്. ഇവരുടെ കാൽ വെബ്ഡ് ആയതുകൊണ്ട് ഇവർക്ക് കരയിൽ അത്ര ഫാസ്റ്റായിട്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവരെ കരയിൽ പിടിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അതാരാന്നറിയാമോ? ചെന്നായകൾ. ഇവരുടെ ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവർ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? ഇവർ വെള്ളത്തിൽ ഒരു ഡാം അങ്ങ് പണിയും. ഒഴുകുന്ന വെള്ളത്തിനെ തടഞ്ഞു നിർത്തിയാണ് ഡാം ഉണ്ടാക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഇവരെങ്ങനെ ഡാം ഉണ്ടാക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? മരത്തടികളും ചില്ലകളും ഇലയും ചെളിയും എല്ലാം ഉപയോഗിച്ചാണ്. ദാ ഇതുപോലെ. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇവർക്ക് എവിടുന്ന ഇത്രയും മരങ്ങൾ കിട്ടുന്നതെന്ന്. അങ്ങനെയാണെന്നോ? ഇവർ മരങ്ങൾ കരണ്ട് ഒടിച്ചിടും. എന്നിട്ട് അതെല്ലാം കൊണ്ടുവന്ന് ഇവർ വെള്ളത്തിലിട്ട് ഒരു ഒന്നാന്തരം ഡാം അങ്ങ് പണിയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മരങ്ങളൊക്കെ ഇങ്ങനെ കരണ്ട് ഒടിച്ചിടാൻ പറ്റുമോ? പക്ഷെ അതൊക്കെ സാധിക്കും. അവർ ഉപയോഗിക്കുന്ന ആയുധം എന്താണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? അതാണ് അവരുടെ പല്ല്. ഓറഞ്ച് കളറാണ് ഇവരുടെ പല്ലിന്, കാരണം അയൺ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. ഡാം പണിഞ്ഞത് കൊണ്ട് മാത്രം തീർന്നിട്ടില്ല, അവർക്ക് താമസിക്കാനും വേണം സ്ഥലം. അവർ പണിയുന്ന അവരുടെ വീടുകളെ പറയുന്ന പേരാണ് ലോഡ്ജ്. വിറകുകളും ചെളിയും ഉപയോഗിച്ചാണ് ഇതും ഉണ്ടാക്കുന്നത്. നമ്മളുടെയൊക്കെ വീടിൻ്റെ വാതിൽ ഫ്രണ്ട് അല്ലേ, പക്ഷേ ഇവരുടെ വീടിൻ്റെ വാതിൽ എവിടെയാണെന്ന് അറിയാമോ? വെള്ളത്തിൻ്റെ അടിയിലാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ ഒരു സൂത്രമാണത്. ബീവറുകൾ മഞ്ഞിൽ ജീവിക്കുന്ന ജീവികളും കൂടിയാണ്. അതുകൊണ്ട് മഞ്ഞുകാലം വരുന്നതിന് മുന്നേ ഇവർ ഡാമും വീടും എല്ലാം പണിയും. മാത്രവുമല്ല, ഇവർക്ക് മഞ്ഞുകാലത്ത് തിന്നാനുള്ള ഭക്ഷണവും ഇവർ ലോഡ്ജിൻ്റെ അടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. ഇവരുടെ ഭക്ഷണം എന്നാന്ന് അറിയാമോ കൂട്ടുകാർക്ക്? ഇലകളും മരച്ചില്ലകളും ഒക്കെയാണ്. മീനുകളെ ഇവർ കഴിക്കാറില്ല, കാരണം ഇവർ ഹെർബിവോറസ് ആണ്. അങ്ങനെ അവർ സൂക്ഷിച്ചു വെച്ചേക്കണ ഭക്ഷണം ഇവർ വെള്ളത്തിൻ്റെ അടിയിൽ പോയി എടുത്ത് വീട്ടിലേക്ക് വരും. ഇവരുടെ വീടും അടിപൊളിയാണ്. മഞ്ഞുകാലത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വെള്ളത്തിൻ്റെ മുകളിലും ഇവർക്കൊരു റൂമുണ്ട്.
അവിടെ നല്ല ചൂടായിരിക്കും. നല്ല ഐഡിയ അല്ലേ? സന്ധ്യാസമയത്ത് തൊട്ടാണ് ഇവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇവർ ഡാം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവർക്ക് മാത്രമല്ല ഉപകാരം, വെള്ളം കെട്ടി നിർത്തിയോണ്ട് അവിടെ ധാരാളം മീനുകളും ചെറു ജീവികൾക്കുമൊക്കെ താമസിക്കാൻ പറ്റും. വെള്ളപ്പൊക്കം ഉണ്ടാവില്ല, വരണ്ട കാലത്ത് ധാരാളം വെള്ളം കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങൾ. 2 തരം ബീവറുകളുണ്ട്, നോർത്ത് അമേരിക്കൻ ബീവറും യുറേഷ്യൻ ബീവറും. ബീവറുകൾ അത്ര അക്രമകാരികളല്ല, പക്ഷെ അപകടം ഉണ്ടെന്ന് തോന്നിയാൽ അവർ വെറുതെ വിടില്ല. ബീവറുകൾ കടിച്ചാലും വിഷബാധ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അടുത്തു പോയിട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടോ. മനുഷ്യന്മാരാണ് ഇവരുടെ ശത്രുവിന് ഞാൻ പറഞ്ഞില്ലേ. എന്തിനാണെന്നറിയാമോ കൊല്ലുന്നത്? കാരണം ഇവരുടെ രോമത്തിനും ഇറച്ചിക്കുമൊക്കെയായി. അപ്പോൾ കൂട്ടുകാർക്ക് ബീവറുകളുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പുതിയ കൂട്ടുകാരനുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചിക്കൂസ് വണ്ടർ വേൾഡ്. ബൈ ബൈ.